ഓക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ ആംഗുലർ മൊമെൻറ്റം കേസുകളാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഡയമെൻഷനാലിറ്റി ഏറ്റവും ലോവസ്റ്റ് n = 2 ആയിട്ടുള്ള സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെയുള്ള സെക്ഷൻസിൽ നമ്മൾ കുറച്ച് ജനറലൈസേഷൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ജനറൽ സ്റ്റേറ്റുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ J² ആൻഡ് J എന്ന് പറയുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സിനുള്ള എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ മെട്രിക്സ് എലമെൻസുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയുള്ളൊരു എയിം. ഓക്കെ, സോ അതിൽ തന്നെ സബ് ടോപ്പിക്കാണ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആൻഡ് ലാഡർ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പം കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ എന്താണ് കമ്മ്യൂട്ടേഷൻ JJ = IH കട്ട് എപ്സിലോൺ IJK JK. എന്താണ് സൈക്ലിക് ആയിട്ടുള്ള XYZ കമ്പോണൻസ് ആണ്. അപ്പോൾ എന്താണ് റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 0 വരും, അല്ലെങ്കിൽ IH കട്ട് JX JY JZ ഏതാണോ ഇവിടെ എലിമെൻറ്റ്സ് അതിനനുസരിച്ച് നമുക്ക് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു പുതിയൊരു ഓപ്പറേറ്റർ ലാഡർ ഓപ്പറേറ്റർ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. എന്താണ് ക്രിയേഷൻ ആൻഡ് അനിഹിലേഷൻ ഓപ്പറേറ്റർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് തന്നെയാണ് ഇവിടെ ലാഡർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സെക്ഷൻ നിങ്ങളൊന്ന് മറിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്താണ് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. വ്യത്യാസമല്ല, സിമിലർ ആയിരിക്കും. ഒരു ടേമിൻ്റെ എന്തെങ്കിലും വ്യത്യാസം മാത്രമേ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആൻഡ് ലാഡർ ഓപ്പറേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വി ഹാവ് ഓൾറെഡി ദിസ് ഇക്വേഷൻ. എന്താണ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഫോർ JI ആൻഡ് JJ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ J എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ സ്ക്വയർ. ഓക്കെ, J² കാണുകയാണ്. അതായത് ദാറ്റ് ഈസ് എൻ ഓപ്പറേറ്റർ. J² ഈസ് എൻ ഓപ്പറേറ്റർ. ഓക്കെ, so we are going to J². okay, so J² J² is defined by J² is equal to JXX plus JYY plus JZ. That is JX² plus JY² plus JZ² ആണ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക അതിന്. ആൻഡ് this operator J², okay, this is an operator J². it commute with every JK. ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ് J² എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് എന്ത്, കമ്മ്യൂട്ടേറ്റർ J² JK കമ്മ്യൂട്ട്. സോ ഇവിടെ ഈ JK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് വരാം, JX വരാം, JY വരാം, JZ വരാം. അപ്പോൾ അതിന് 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻഡെക്സുകൾ. 1 കറസ്പോണ്ടിങ് ടു JX, 2 JY, 3 JZ. അപ്പോൾ J² JX JY JZകളും എന്ത് ചെയ്യുന്നു, കമ്മ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, J² കമ്മ്യൂട്ട് വിത്ത് ഇൻഡിവിജ്വൽ ആംഗുലർ മൊമെൻറ്റംസ്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് ലെറ്റസ് നമ്മളിപ്പോൾ JK എന്ന് പറഞ്ഞാൽ X Y Z വരാം. അപ്പോൾ K = 3 ആണ് എടുക്കണമെന്ന് വെച്ചാൽ JKയുടെ പ്ലേസിൽ ആര് വരും, JZ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കമ്മ്യൂട്ടേറ്റർ J² JZ ആണ് കാണേണ്ടത്. അപ്പോൾ J² എന്താണ് ഫ്രം ഇക്വേഷൻ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇതല്ലേ. സോ അത് എന്ത് ചെയ്യുക, നമ്മുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് AB - BA എന്നുള്ള ഫോമാണ്. ഓക്കെ, സോ J² JZ വിൽ ബി ദിസ് അല്ലേ, JX പ്ലസ് JY പ്ലസ് JZ JZ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാം. സോ എന്താണ് കമ്മ്യൂട്ടേഷൻ AB, C is equal to A into B, C പ്ലസ് കമ്മ്യൂട്ടേഷൻ A, C into B. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇത് പ്രോപ്പർട്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ കമ്മ്യൂട്ടേറ്റർ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ടേംസ് കിട്ടും. പിന്നെന്താണ് ഇതിൽ JZ, അത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള JZ കമ്മ്യൂട്ടേറ്റർ JZ എന്താണ് 0 ആയി പോവും. അതുപോലെ തന്നെ ലാസ്റ്റ് ടേമും 0 ആയി പോവും. ഓക്കെ, അതായത് റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ടേമുകൾ 0 ആണ്. സോ ബാക്കിയുള്ള ടേമുകളിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു JX ഉണ്ട്. അതേപോലെ കമ്മ്യൂട്ടേറ്റർ JX, JZ അല്ലേ, എന്താണ് JX JZ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, IH കട്ട് JY ആണ്. X ഫ്രം Z ആണ്, സൈക്ലിക് XY Z എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്, എന്താണ് ഓപ്പോസിറ്റ് ആണ്, അല്ല X to Z ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, IH കട്ടിൻ്റെ ഒരു നെഗറ്റീവ് സൈൻ കൂടെ വരും, -IH കട്ട് JY. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. ആൻഡ് ദെൻ എഗെയിൻ എന്ത് ചെയ്യണം, ഈ ഒരു കമ്മ്യൂട്ടേഷൻ നമുക്ക് ഈ വാല്യൂ ചെയ്യണം. കമ്മ്യൂട്ടേഷൻ JX JZ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -IH കട്ട് JY ആണ്. പിന്നെ ബാക്കിയുള്ള ടേം JX വരും. ഓക്കെ,
ദെൻ അടുത്ത ടേം എന്താണ് ജെ വൈ ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ജെ വൈ ജെ സെറ്റ് എന്താണ് ഐ എച്ച് കട്ട് ഇൻറ്റു ജെ എക്സ് ആണ്, പ്ലസ് കമ്മ്യൂട്ടേഷൻ ജെ വൈ ജെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഐ എച്ച് കട്ട് ഇൻറ്റു ജെ എക്സ് ആണ്, ബാക്കിയുള്ള ടേം ജെ വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് നമുക്ക് എന്ത് കിട്ടി, ഇത്രയാണെന്ന് കിട്ടി. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ ജെ സ്ക്വയർ ജെ സെറ്റ് ആണ്. ഓക്കെ സോറി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0, അതായത് റിപ്പീറ്റിംഗ് ടേമുകളല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഈച്ച് അതർ ക്യാൻസലായി പോയിട്ട് നമുക്ക് 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ജെ എക്സ് ആണ്, ജെ സ്ക്വയറും ജെ സെറ്റും എന്ത് ചെയ്യുന്നു, കമ്മ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ജെ സ്ക്വയറും ജെ എക്സും കമ്മ്യൂട്ട് ചെയ്യണു, ജെ സ്ക്വയറും ജെ വൈയും കമ്മ്യൂട്ട് ചെയ്യണു. ഓക്കെ, സോ നമ്മൾ ജെ സ്ക്വയറുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു ഒബ്സർവബിൾ നമ്മൾ ചൂസ് ചെയ്യണം ഫോർ ദി ഫർദർ സ്റ്റഡി. അപ്പോൾ നമ്മൾ കൺവെൻഷനായിട്ട് ഇപ്പോൾ ജെ സ്ക്വയറും ജെ എക്സും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ജെ സ്ക്വയറും ജെ വൈയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ജെ സ്ക്വയറും ജെ സെറ്റും കമ്മ്യൂട്ട് ആവുന്നുണ്ട്. പക്ഷേ കൺവെൻഷനലി നമുക്ക് ഏതെങ്കിലും ഒന്നേണ് എടുക്കാൻ പറ്റില്ല, മൂന്നിനെ ഒരുമിച്ച് നമുക്ക് വിത്ത് കമ്മ്യൂട്ട് വിത്ത് ജെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്പറേറ്ററിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പണ്ട് മുതൽ തന്നെ ചെയ്തു വരുന്നൊരു മെത്തേഡ് ജെ സെറ്റ് ആണ്, ജെ സ്ക്വയർ ജെ സെറ്റ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. എക്സും വൈയും വെച്ചിട്ട് ചെയ്യാം, പക്ഷേ ബൈ കൺവെൻഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ജെ സ്ക്വയർ ആൻഡ് ജെ സെറ്റ് ആണ്. അപ്പോൾ നമ്മൾ ജെ സ്ക്വയർ ആൻഡ് ജെ സെറ്റ് എടുക്കുക. അപ്പോൾ ജെ സ്ക്വയർ ആൻഡ് ജെ സെറ്റ് കമ്മ്യൂട്ട്. ഓക്കെ, സോ ദർ എക്സിസ്റ്റ്. അപ്പോൾ രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് രണ്ടിനും കോമൺ ആയിട്ടൊരു സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ, ഒരു സൈമൾട്ടേനിയസ് എയ്ഗൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, സോ ആ സൈമൾട്ടേനിയസ് എയ്ഗൻ സ്റ്റേറ്റിന് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്, കെറ്റ് എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ സൈമൾട്ടേനിയസ് എയ്ഗൻ സ്റ്റേറ്റ്. അതായത് ജെ സ്ക്വയറിൻ്റെയും എയ്ഗൻ സ്റ്റേറ്റ് ആണത്, ജെ സെറ്റിൻ്റെയും എയ്ഗൻ സ്റ്റേറ്റ് ആണ്. ചാപ്റ്റർ 1 നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, സോ ജെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ആർബിട്രറി, നമ്മളൊരു കെറ്റ് നമ്മൾ ചൂസ് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യുന്ന കെറ്റാണിത്. ഓക്കെ, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് കെറ്റ് എ ബി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കോമ ബി ആണ്. സോ ജെ സ്ക്വയർ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് വാല്യൂ ഉണ്ടല്ലോ, അതാണ് നമുക്ക് എയ്ഗൻ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എയ്ഗൻ വാല്യൂ എ കെറ്റ് എ ബി, അതായത് ആ സെയിം സ്റ്റേറ്റ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കാരണം ജെ സ്ക്വയറും ജെ സെറ്റും കമ്മ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, കെറ്റ് എ ബി എന്ന് പറയുന്നത് എയ്ഗൻ സ്റ്റേറ്റും ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ജെ സെറ്റ് കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ, ഓക്കെ, ഇതാണ് എയ്ഗൻ വാല്യൂ ആയിട്ട് വരിക. ദാറ്റ് ഈസ് ബി ഇൻറ്റു കെറ്റ് എ ബി. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്ന് എന്ത് കണ്ടുപിടിക്കണം, എ എന്താണ്, എയ്ഗൻ വാല്യൂ എ എന്താണ്, എയ്ഗൻ വാല്യൂ ബി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടി നമ്മളൊരു ലാഡർ ഓപ്പറേറ്ററാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലാഡർ ഓപ്പറേറ്റർ അതൊരു നോൺ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സെയിം ഓപ്പറേറ്റർ അല്ല കിട്ടുന്നത്, ഇറ്റ് ഈസ് എ നോൺ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജെ പ്ലസ് ആൻഡ് ജെ മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് ലാഡർ ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗുലർ മൊമെൻ്റ് നൊട്ടേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു ജെ വൈ. അപ്പോൾ അത് കാണാണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ജെ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ എക്സ് പ്ലസ് ഐ ജെ വൈ വരും. ജെ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ ടു ഉണ്ട് ജെ എക്സ് മൈനസ് ഐ ജെ വൈ, അങ്ങനെ രണ്ട് ലാഡർ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ലാഡർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു ഏണി, അതായത് ഒന്ന് കൂടും, ഒരു സ്റ്റെപ്പ് കൂടുക, ഒരു സ്റ്റെപ്പ് കുറയുക, എവിടെയാണോ നിൽക്കുന്നത് വെച്ചാൽ. അപ്പോൾ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഈ ഒരു ഓപ്പറേറ്ററിനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കൂടുന്നത് എയ്ഗൻ വാല്യൂ ഒരെണ്ണം കൂടുക, ഇവിടെ ഇപ്പോൾ നമുക്ക് കൂടാനും കുറയാനും എയ്ഗൻ വാല്യൂ ആണുള്ളത്. അപ്പോൾ ഒരെണ്ണം കൂടുക, ഒരെണ്ണം കുറയുക. അപ്പോൾ അതെങ്ങനെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു കെറ്റിലോ സ്റ്റേറ്റിലോ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ലാഡർ ഓപ്പറേറ്ററിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേഷൻ ജെ പ്ലസ് കോമ ജെ മൈനസ്. അതായത് രണ്ട് ലാഡർ ഓപ്പറേറ്റർ ഉണ്ട്, ഒന്ന് കൂടുന്നതും ഒന്ന് കുറയുന്നതും, ഡിക്രീസ് ചെയ്യുന്നതും ഇൻക്രീസ് ചെയ്യുന്നതും. അപ്പം ഇത് പരസ്പരം നമ്മൾ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2h കട്ട് ജെ സെറ്റ് ആണ് വരിക. ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് അതിൻ്റെ ഒരു പ്രൂഫ് എന്നല്ല, നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നോക്കുകയാണ്. ഓക്കെ, ജെ പ്ലസിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, കമ്മ്യൂട്ടേഷൻ ജെ എക്സ് പ്ലസ് ഐ ജെ വൈ കോമ ജെ മൈനസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജെ എക്സ് മൈനസ് ഐ ജെ വൈ. തന്നെ എങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഈ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. കമ്മ്യൂട്ടേഷൻ ജെ എക്സ് മൈനസ് ഐ ഇൻറ്റു ജെ എക്സ് ജെ വൈ പ്ലസ് ഐ ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ജെ വൈ ജെ എക്സ് പ്ലസ് കമ്മ്യൂട്ടേഷൻ ജെ വൈ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള രണ്ട് ടേമുകൾ എന്താണ്, 0 ആയിട്ട് പോയി. ഓക്കെ, ദെൻ ബാക്കിയുള്ളതിന് മൈനസ് ഐ ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ജെ എക്സ് ജെ വൈ എന്താണ്, ഐ എച്ച് കട്ട് ഇൻറ്റു ജെ സെറ്റ് ആണ്.
അതേപോലെ തന്നെ ഇവിടെ ഒരു ഐ ഉണ്ട്. കമ്മ്യൂട്ടേഷൻ ജെ വൈ ജെ എക്സ് എന്താണ്? ഐ എച്ച് കട്ട് ഇൻറ്റു ജെ സെഡ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് വരും? ഇത് 2h കട്ട് ജെ സെഡ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ലാഡർ ഓപ്പറേറ്ററിൻ്റെ. കമ്മ്യൂട്ടേഷൻ ജെ സെഡ് കോമ ജെ പ്ലസ് ഓർ മൈനസ്. ജെ സെഡും നമ്മുടെ ലാഡർ ഓപ്പറേറ്ററും കൂടി കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ലാഡർ ഓപ്പറേറ്റർ ഏതൊക്കെയായിട്ടാണ് കമ്മ്യൂട്ട് ചെയ്യുന്നത്? ഐ മീൻ ഏതൊക്കെയായിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എടുത്തത്? ജെ സെഡ് ആയിട്ടും അതേപോലെ തന്നെ ഇത് പരസ്പരം, ഇനി അതുപോലെ തന്നെ ജെ സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ജെ പ്ലസ് ഓർ മൈനസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഗെയിൻ ജെ സെഡ് ഉണ്ട്, ജെ പ്ലസിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു, എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് കട്ട് ഇൻറ്റു ജെ പ്ലസ് മൈനസ്. ഇപ്പം ജെ പ്ലസ് ആണ് എടുത്ത് വെച്ചാൽ നമുക്കിവിടെ ജെ പ്ലസ് കിട്ടും, അല്ല ജെ മൈനസ് ആണ് എടുത്ത് വെച്ചാൽ മൈനസ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ പ്ലസ് എടുത്തിട്ടാണ് ചെയ്തത്, അതുപോലെ മൈനസിൻ്റെയും ചെയ്യാം. ഓക്കെ, വെറുതെ നമ്മൾ എന്ത് ചെയ്യുക? കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എടുത്ത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിന് നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇക്വേഷൻ 5ഉം 7ഉം പ്രത്യേകം ഓർത്ത് വയ്ക്കണം. 3 എണ്ണം വേണ്ടത് തന്നെയാണ്, 3 കാര്യങ്ങൾ നമുക്ക് വേണം. ഓക്കെ, ഇപ്പോൾ കമ്മ്യൂട്ടേഷൻ ജെ സ്ക്വയർ കോമ ജെ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി. ജെ സ്ക്വയർ, അതായത് ജെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററും ലാഡർ ഓപ്പറേറ്ററും എന്ത് ചെയ്യുന്നു? കമ്മ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജെ സ്ക്വയറിൻ്റെ വാല്യൂ ജെ സ്ക്വയർ കോമ ജെ പ്ലസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം എടുക്കണം. അപ്പം ഇവിടെ പ്ലസ് ആണ്, ജെ എക്സ് പ്ലസ് ഐ ജെ വൈ ആണ്. സോ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എന്താണ് നമ്മുടെ ഇക്വേഷൻ 3, അതായത് പ്രോപ്പർട്ടി ഇക്വേഷൻ 3 എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ജെ സ്ക്വയർ കോമ ജെക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സും വൈയും സെഡും ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഓപ്പറേറ്റർ. ഓക്കെ, ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, എക്സാമിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജെ പ്ലസ് ഓർ മൈനസ് ആക്ടിങ് ഓൺ കെറ്റ് എ ബി. ഓക്കെ, ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്യാണ്. ഇതിലേക്ക് ജെ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റർ. നമുക്ക് 2 ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ പറഞ്ഞത്, ജെ സ്ക്വയറും ജെ സെറ്റും. അപ്പോൾ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ജെ പ്ലസ് ആൻഡ് ജെ മൈനസ്, ദാറ്റ് ഈസ് ദ ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് കാണാൻ വേണ്ടിയിട്ട് ജെ പ്ലസ് ആൻഡ് ജെ മൈനസ് ആക്ടിങ് ഓൺ എ കോമ ബി, ഇതിന് ഒരുമിച്ച് ഒരു സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കെറ്റായിട്ട് നമ്മൾ എടുത്തു. ഇതിലേക്ക് ആര് ആക്ട് ചെയ്യാണ്? ജെ സെറ്റ് ആക്ട് ചെയ്യാണ്. അപ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലാഡർ ഓപ്പറേറ്റർ പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ സെറ്റ് കോമ ജെ പ്ലസ് മൈനസ്, ദാറ്റ് ഈസ് ജെ സെറ്റ് ആണല്ലോ ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആ കമ്മ്യൂട്ടേഷൻ എടുത്തു. നമുക്കറിയാം ഇക്വേഷൻ 6 ആണല്ലോ. 6 നോക്കുക. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുക. ജെ സെറ്റ് എ ബി മൈനസ് ബി എന്ന് പറഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ജെ പ്ലസ് മൈനസ്. ഇതിൽ എന്ത് ചെയ്യാണ്? ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ആണല്ലോ. ദാറ്റ് ഈസ് രണ്ടിൻ്റെയും എൽ എച്ച് എസുകൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പം ജെ സെറ്റ് ജെ പ്ലസ് മൈനസ് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് മൈനസ് ജെ സെറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ ജെ സെറ്റ് കോമ ലാഡർ ഓപ്പറേറ്റർ. ഈസ് ഇറ്റ്. അപ്പോൾ ഫ്രം ദിസ് നമുക്ക് എന്ത് കിട്ടും? ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇത് നേരെ പുറത്തേക്ക് പോയി. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ ജെ സെറ്റ് കോമ ജെ പ്ലസ് ഓർ മൈനസ് പ്ലസ് ജെ പ്ലസ് ഓർ മൈനസ്, ഇവിടെ ഇൻറ്റു തന്നെയാണ് കേട്ടോ, ജെ പ്ലസ് മൈനസ് ഇൻറ്റു ജെ സെറ്റ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 8 ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജെ സെറ്റ് ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് എന്താണെന്ന് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജെ സെറ്റ് ആക്ട് ഓൺ ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ജെ സെറ്റ് ഈസ് ആക്ടിങ് ഓൺ ദിസ് അല്ലേ? അതിന് ഒരുമിച്ചിട്ടാണ് നമ്മൾ എടുത്തത്, ഒരുമിച്ചൊരു കെറ്റാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ നമുക്കറിയാലോ, ജെ സെറ്റ് ജെ പ്ലസിൻ്റെ വാല്യൂ ഇതാണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിച്ച് ഈസ് ആക്ടിങ് ഓൺ കെറ്റ് എ ബി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കമ്മ്യൂട്ടേഷൻ ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് ഈസ് ആക്ടിങ് ഓൺ കെറ്റ് എ ബി പ്ലസ് അടുത്ത ടേം എന്താണ്? ജെ പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ ജെ പ്ലസ് ഓർ മൈനസ് ജെ സെറ്റ്, ഈ ടേം ദിസ് ആക്ടിങ് ഓൺ കെറ്റ് എ ബി ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കമ്മ്യൂട്ടേഷൻ ജെ സെറ്റ് കോമ ജെ പ്ലസ് ഓർ മൈനസ് എന്താണ്? ഇക്വേഷൻ 6 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ്
പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏതിലാണ് ഒരു കെറ്റ് എ ബി ഉണ്ടായിരിക്കും. ദെൻ പ്ലസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെറ്റ് എ ബിയിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞത്, രണ്ടാമത്തെ വാല്യൂ ഏതാണോ അതാണ് ഏഗൻ വാല്യൂ ആയിട്ട് വരിക. സോ ജെ സെറ്റ് കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഏഗൻ വാല്യൂ ബി ഇൻറ്റു അതേ സ്റ്റേറ്റ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു, വാല്യൂസ് കിട്ടി. സോ നമ്മളിതിന് എന്താണ് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജെ സെറ്റ് എന്തിൽ ആക്ട് ചെയ്തു, ഇതിനൊരുമിച്ച് നമ്മളൊരു കെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്തു. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെയിം ഏഗൻ കെറ്റ് തന്നെ കിട്ടി അല്ലേ. ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബി എന്ന് പറയുന്ന സെയിം ഏഗൻ കെറ്റ് കിട്ടി. പക്ഷേ എന്താണ് ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ടാണ്. ഇസിൻറ്റ് ഇറ്റ്, ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ടാണ് ഏഗൻ വാല്യൂ. ഏഗൻ കെറ്റുകൾ സെയിം ആയിട്ട് കിട്ടി. ഇനി ഒന്ന് നോക്കി നോക്കൂ, ജെ സെറ്റ് അവിടെ നമ്മൾ ഇതിൻ്റെ ജെ സെറ്റ് കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്ത് ചെയ്താൽ ബി ഇൻറ്റു കെറ്റ് എ ബി, ഏഗൻ വാല്യൂ ബി ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ജെ സെറ്റ് എവിടെയാണ് ആക്ട് ചെയ്യണത്, ലാഡർ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത സ്റ്റേറ്റിലാണ് ജെ സെറ്റ് ആക്ട് ചെയ്തത്. ഇവിടെ ഡയറക്റ്റ്ലി കെറ്റ് എ ബിയിലാണ് ആക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ എന്താണ്, ലാഡർ ഓപ്പറേറ്റർ ആക്ട് ചെയ്തതിലാണ് ജെ സെറ്റ് ആക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ ഏഗൻ വാല്യൂ കിട്ടിയത്, ബിയുടെ കൂടെ ഒന്നുകിൽ പ്ലസ് എച്ച് കട്ട് കിട്ടി അല്ലെങ്കിൽ മൈനസ് എച്ച് കട്ട് കിട്ടി അല്ലേ. അതായത് ഏഗൻ വാല്യൂ ഒന്നുകിൽ എച്ച് കട്ടിൻ്റെ ഒരു യൂണിറ്റ് കൂടി അല്ലെങ്കിൽ എച്ച് കട്ട് ഒരു യൂണിറ്റ് എച്ച് കട്ടിൻ്റെ ടൈമിൽ ഒരു യൂണിറ്റ് കുറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ. എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ ഇൻക്രീസ്ഡ് എ യൂണിറ്റ് എച്ച് കട്ട്, അതല്ലെങ്കിൽ ജെ മൈനസ് ആണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ഡിക്രീസ്ഡ് എ യൂണിറ്റ് ഓഫ് എച്ച് കട്ട്. അപ്പോൾ അതാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലാഡർ ഓപ്പറേറ്റർ. ഓക്കെ, നൗ നമ്മുടെ ഇക്വേഷൻ നമ്പർ 6 വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക നമ്മുടെ മറ്റുള്ള ഓപ്പറേറ്റേഴ്സായിട്ട്. അപ്പം കമ്മ്യൂട്ടേഷൻ ജെ സെറ്റ് കോമ ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് ആണ് വരുന്നത്. വിച്ച് ഈസ് റെമിനിസെൻറ്റ് വിത്ത് ഏതാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് പൊസിഷൻ ഓപ്പറേറ്ററിൻ്റെ ഏഗൻ വാല്യൂ എന്താണ് എൽ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയിലേക്ക് അത് ചേഞ്ച് ചെയ്യും. പൊസിഷൻ ഓപ്പറേറ്റർ എക്സ് ബൈ എൽ ഇൻ മച്ച്. അതേപോലെ തന്നെയാണ് ആര് ചെയ്യുന്നത്, അതിന് രണ്ടിൻ്റെ ഏഗൻ വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൽ ഐ ടി ഓഫ് എൽ. ഇവിടെ എന്താണ്, ഒന്നുകിൽ പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട്, ഒന്നുകിൽ പ്ലസ് ചെയ്യും അല്ലെങ്കിൽ മൈനസ് ചെയ്യും ഇൻറ്റു ദിസ് ജെ പ്ലസ് ഇവിടെ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ. അതുപോലെ തന്നെയാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിലുള്ള ക്രിയേഷൻ ഓപ്പറേറ്റർ, നമ്പർ ഓപ്പറേറ്ററും ക്രിയേഷൻ ഓപ്പറേറ്ററും കൂടി നമ്മൾ കമ്മ്യൂട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ഡാഗർ കിട്ടും. അതേപോലെ തന്നെ നമ്പർ ഓപ്പറേറ്ററും അനിഹിലേഷൻ ഓപ്പറേറ്ററും കൂടി എടുത്തു കഴിഞ്ഞാൽ മൈനസ് എ ഡാഗർ കിട്ടും. ഓക്കെ, ഇനി അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ജെ സെറ്റ് ആക്ട് ചെയ്യുന്ന കേസ് പഠിച്ചു അല്ലേ. ഇനി അതുമാതിരിക്ക് തന്നെ ജെ പ്ലസ് ഓർ മൈനസ് ലാഡർ ഓപ്പറേറ്റർ ജെ സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, വെൻ ജെ സ്ക്വയർ ആക്ട് ഓൺ ജെ സ്ക്വയർ ആക്ട് ഓൺ ജെ പ്ലസ് ഓർ മൈനസ് ഇൻറ്റു കെറ്റ് എ ബി, നമുക്ക് എന്ത് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 7 നോക്കുക. ജെ സ്ക്വയറും ലാഡർ ഓപ്പറേറ്ററും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് 7ലാണ്. കമ്മ്യൂട്ടേഷൻ ജെ സ്ക്വയർ കോമ ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അത് എ ബി മൈനസ് ബി എന്ന് പറയുന്ന ഫോമിൽ എക്സ്പാൻഡ് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്താണ്, ഇത് രണ്ടും ഈക്വൽ ടു ആണ്. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കെറ്റ് എ ബി രണ്ട് സൈഡിലും ആക്ട് ചെയ്യണതാണ്. കെറ്റ് എ ബിയിലേക്ക് ആക്ട് ചെയ്യാണ് രണ്ട് സൈഡും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കെറ്റ് എ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബി ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഓർ മൈനസ് ജെ സ്ക്വയർ ഇൻറ്റു കെറ്റ് എ ബി. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, ജെ സ്ക്വയർ കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റത്തെ വാല്യൂ അതായത് ഏഗൻ വാല്യൂ എ ഇൻറ്റു കെറ്റ് എ ബി തന്നെ കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ജെ സ്ക്വയർ ഇൻറ്റു, നമുക്കിതിനെങ്ങനെ എഴുതാം, റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബി ഈസ് ഈക്വൽ ടു ഏഗൻ വാല്യൂ എ ഇൻറ്റു ദ സെയിം കെറ്റ് തന്നെ വന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ജെ സ്ക്വയർ നമ്മുടെ ഏഗൻ സ്റ്റേറ്റിൽ ഏഗൻ കെറ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഏഗൻ വാല്യൂ ഇൻറ്റു ഒരു ഏഗൻ കെറ്റ് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനും അതുപോലെ ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ജെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് ഏഗൻ വാല്യൂ എ കിട്ടി, സെയിം കെറ്റ് കിട്ടി. ഇവിടെ എന്ത് ചെയ്യാണ്, ഈ ജെ സ്ക്വയർ ഏതിലാണ് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ഓൾറെഡി ലാഡർ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്ത സ്റ്റേറ്റിലാണ് ആക്ട് ചെയ്യുന്നത്.
പക്ഷേ നമ്മളപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം, എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കേണ്ട എയ്ഗൻ വാല്യൂന്. പക്ഷേ എന്താ കിട്ടിയത്, എയ്ഗൻ വാല്യൂ സെയിം തന്നെയാണ് കിട്ടിയത് വിത്ത് ദ എയ്ഗൻ ഗെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, എയ്ഗൻ വാല്യൂവിന് മാറ്റം വരുന്നില്ല. ഓക്കെ, ജെ സ്ക്വയറും ജെ പ്ലസ് ഓർ മൈനസും കൂടി ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നില്ല, എയ്ഗൻ വാല്യൂവിനൊരു നോ ചേഞ്ച് ഇൻ എയ്ഗൻ വാല്യൂ. ഓക്കെ, അപ്പം 9 and 10 ഇപ്പം നമുക്ക് ഇക്വേഷൻ 2 എയ്ഗൻ വാല്യൂ ഇക്വേഷൻസ് കിട്ടി. 9 കിട്ടി, ജെ സെറ്റ് ആക്ട് ചെയ്തപ്പോഴും കിട്ടി, ജെ സെറ്റ് ആക്ടിങ് ഓൺ ജെ പ്ലസ് ഓർ മൈനസ് ഗെറ്റ് എ ബിയും കിട്ടി, അതേപോലെ തന്നെ ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ജെ പ്ലസ് ഓർ മൈനസ് ഗെറ്റ് എ ബി. അപ്പോൾ 9, 10 ഇക്വേഷൻസിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ 2 ഇക്വേഷൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഇതെന്താണ്, ഒരു ഓപ്പറേറ്റർ ജെ സെറ്റ് നമുക്കൊരു സ്റ്റേറ്റ് ഗെറ്റിൽ ആക്ട് ചെയ്തു. ആ സ്റ്റേറ്റ് ഗെറ്റ് എന്താണ്, ജെ പ്ലസ് ഓർ മൈനസ് ഗെറ്റ് എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് ഗെറ്റ് അല്ലേ. നമുക്ക് എന്ത് കിട്ടി, ഒരു എയ്ഗൻ വാല്യൂ ഇൻറ്റു അതേ സ്റ്റേറ്റ് ഗെറ്റ് തന്നെ കിട്ടി. ആ എയ്ഗൻ വാല്യൂ എന്താണ്, ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട്. ഇനി ജെ സ്ക്വയർ ആണ് ഇതേ സ്റ്റേറ്റ് ഗെറ്റിൽ ആക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു എയ്ഗൻ വാല്യൂ എ ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് ഗെറ്റ് എ ബി. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ സ്റ്റേറ്റ് ഗെറ്റുകൾ സെയിമാണ് അല്ലേ. ഈ സ്റ്റേറ്റ് ഗെറ്റുകൾ 2 ഓപ്പറേറ്ററിലും സെയിമാണ്. നമുക്ക് എന്ത് പറയാം, അപ്പം ജെ പ്ലസ് ഓർ മൈനസ് ഗെറ്റ് എ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗെറ്റ് ഇറ്റ് ഈസ് സൈമൾട്ടേനിയസ് എയ്ഗൻ ഗെറ്റ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെറ്റ് അല്ലേ. രണ്ടിൻ്റെയും സൈമൾട്ടേനിയസ് എയ്ഗൻ ഗെറ്റ് ആണ് അല്ലേ, വിത്ത് എയ്ഗൻ വാല്യൂ ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ആൻഡ് വിത്ത് എയ്ഗൻ വാല്യൂ എ ഇസ്ൻ്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഒരുമിച്ച് എഴുതാമല്ലോ. ഇതിനെ ജനറലൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. എന്താണ്, ജെ പ്ലസ് ഓർ മൈനസ് ഗെറ്റ് എ ബി എന്നുള്ളത് ജെ പ്ലസ് ഓർ മൈനസ് ഗെറ്റ് എ ബിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതോ ഒരു എയ്ഗൻ വാല്യൂ, ആ എയ്ഗൻ വാല്യൂ ഏതാണെന്ന് നമുക്കറിയില്ല, ഇൻറ്റു ഗെറ്റ് എ കോമ ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണം, ഏതിനാ മാറ്റം വരുന്നത്, ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് എന്ന് പറയുന്ന ആ എയ്ഗൻ വാല്യൂവിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത്, ജെ പ്ലസ് ഓർ മൈനസ് ഗെറ്റ് എ ബിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സി പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന എയ്ഗൻ വാല്യൂ ഇൻറ്റു ഗെറ്റ് എ കോമ ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് വരുന്നു. ഓക്കെ, സി പ്ലസ് ഓർ മൈനസ് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആംഗുലർ മൊമെൻറ്റം എയ്ഗൻ ഗെറ്റ്സിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷൻ എന്നാണ്.